ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെത്തൽ മീനുണ്ട് കൈമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയുള്ളി, ചെറിയുള്ളി എടുക്കാൻ ഞാനിവിടെ വലിയുള്ളി എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, ഒരു പൂണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി ഈ അളവിലെടുക്കുക. മല്ലിയില ആവശ്യത്തിന്, നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാ മസാലേൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായിട്ട് ഈ മസാല ഒന്ന് അരഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കണം നെത്തൽ മീനും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ പൂച്ച സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പൂച്ചയ്ക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പരിപാടി ചെയ്യാം. നെത്തൽ മീൻ ഇതുപോലെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ മുള്ള് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലേ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കില്ല പൊക്കോട, അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ചെറുതായിട്ട് ബ്രൗൺ കളറാണ് സമയത്ത് നമുക്ക് കറിവേപ്പില മേലായിട്ട് ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വെറുതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കൈമൻ്റെ ഷേപ്പിൽ റൗണ്ട് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇതങ്ങനെ ഇട്ടുന്നുള്ളൂ. നമ്മുടെ നെത്തൽ മീൻ കൈമ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.